ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹയർസിൻ്റെ 27/11 ഒരു കേസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ആ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് 21-ാം തീയതിയാണ്. 22-ാം തീയതി നവംബർ 22-ാം തീയതി അതിൻ്റെ ഫസ്റ്റ് ഹിയറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് പ്രതാപൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ്. ബഡ്സ് കോടതിയിൽ ബഡ്സിൻ്റെ കേസിൽ വിധി പ്രതികൂലമാവും എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇത്ര ധൃതി പിടിച്ചിട്ട് ഫയൽ ചെയ്തത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ. അപ്പം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ലീഡർമാരുടെ കാര്യം പിന്നെ പറയാം. അപ്പോൾ ഇതിൽ സെർവ് കോപ്പി ടു PP ഫോർ റിപ്പോർട്ട്സ് കാൾ ഓൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നാളെ അറിയാം പ്രതാപന് ബഡ്സ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ പ്രതാപന് മാത്രമാണ് ജാമ്യം എടുത്തിരിക്കുന്നത്. ശ്രീന പ്രതാപനെ ഈ തട്ടിപ്പിൻ്റെ മറ്റൊരു പങ്കാളിയായ ശ്രീന പ്രതാപൻ്റെ ജാമ്യം ഇതിൽ കാണുന്നില്ല. പ്രതാപനാണ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഈ കേസ് ഉള്ളത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ഈ കേസിൻ്റെ നമ്പർ വരുന്നത് 1072/95/2024 ക്രിമിനൽ മിസ്സലേനിയസ് പെറ്റീഷൻ. ബൈ.